സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയം തീരുന്ന ലക്ഷണം കാണുന്നില്ല. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്. 2023 നടന്ന ഒരു സംഭവം, ഒരു സ്ത്രീയുമായിട്ട് രാഹുൽ മാങ്കൂട്ടം കമ്പനി ആയിരുന്നു എന്നും വിവാഹം കഴിക്കാനായിട്ട് അവർ തമ്മിൽ തീരുമാനിച്ചു എന്നും വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ അവരെ ബലാത്സംഗം ചെയ്തെന്ന് ഒരു സ്ഥലത്ത് വിളിച്ചു കൊണ്ടുപോയി. അവർക്ക് അറിയാവുന്ന സ്ഥലമാണ്, പക്ഷെ ഇന്ന സ്ഥലമാണെന്ന് പറയുന്നില്ല. അവിടെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. ശരീരമെല്ലാം മുറിഞ്ഞു. 2023 നടന്ന സംഭവത്തിന് ഇപ്പതാ ഒരാഴ്ച 10 ദിവസത്തിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടാണ് പരാതി കൊടുക്കാൻ പോയത്. അപ്പോൾ 2023 നടന്ന സംഭവത്തിന് 2025 ബലാത്സംഗത്തിന് ഇനിയിപ്പോൾ ബലാത്സംഗം നിലനിൽക്കും. എന്നിട്ട് ബലാത്സംഗം മൂലം ഗർഭിണിയായ യുവതിയെ ഭ്രൂണഹത്യ ചെയ്യിച്ചു. എന്താണ് ഇത്? വെള്ളരിക്കപ്പെടണോ? അപ്പൊ ഇതിനെല്ലാം ഇവൾ അത് ഒരു പ്രാവശ്യമല്ല പിടിച്ചത്, 1, 2, 3, 4. അപ്പൊ ബലാത്സംഗം ചെയ്തതും പീഡനം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ അങ്ങോട്ട് പോയി ഒരു പ്രാവശ്യം ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമത് ഫോൺ ചെയ്തിട്ട് പറയും എന്നെ ഒന്നുകൂടെ പീഡിപ്പിക്കണേന്ന്. പിന്നെ മൂന്നാമത് വീണ്ടും പറയണം എന്നെ ഒന്നുകൂടെ പീഡിപ്പിക്കണേ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് കംപ്ലൈന്റ് ചെയ്താൽ മതിയല്ലോ. എന്താണ്? അപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും ശരി, വ്യക്തികളായിരുന്നാലും ശരി, സമൂഹത്തിലെ ഏത് ഉന്നതനായാലും ശരി, അപ്പോൾ വ്യക്തിഹത്യ നടത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതായത് നമുക്ക് എല്ലാം കേരള സമൂഹത്തിന് മൊത്തത്തിൽ അറിയാവുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വയസ്സായ ഒരു മനുഷ്യന് രോഗിയാക്കിയതും മരണശൈലിയിൽ കൊണ്ടുപോയതും എല്ലാം ഈ രാഷ്ട്രീയക്കാരാണ്. അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. രാഷ്ട്രീയക്കാർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. ആ ലക്ഷ്യത്തിന്റെ സാധൂകരണത്തിന് വേണ്ടി ഈ യുവതികളായ സ്ത്രീകൾ എന്തിനാണ് നിന്നു കൊടുക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കുത്തിത്തിരിച്ച് വിട്ടാൽ മാത്രമേ നിങ്ങൾ കംപ്ലൈന്റിന് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഓഫർ കിട്ടുന്നത്? എത്ര കോടിയാണ് കിട്ടുന്നത്? സ്വല്പം ഒന്ന് നാണം കെട്ടാൽ മതിയല്ലോ. എന്തായാലും ഞാൻ നാറി, അപ്പൊ കുറച്ച് നാറാം. കുളിച്ച് വെള്ളം എന്തായാലും നടന്നു, ഇനി കുളിച്ച് കയറാമെന്നാണ്. അതായത് സരിതാ നായർ ആരാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ആ സരിതാ നായര ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ എന്താണ്? അതും ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയതിനു ശേഷമാണ്. ഭാര്യയും കുട്ടികളുമായിട്ട് ജീവിക്കുന്ന ക്ലിഫ് ഹൗസിൽ പോയപ്പോഴാണ് ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചത്. അപ്പോൾ ഇത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാർ അതിനെ ഏറ്റുപിടിക്കാൻ ഇവിടെയുള്ള സോഷ്യൽ മീഡിയകൾ ഏതെല്ലാം തരത്തിലാണ് ഉമ്മൻചാണ്ടി വേട്ടയാടിയത് എല്ലാവരും കണ്ടതല്ലേ. അവസാനം ആ മനുഷ്യനെ മരിപ്പിച്ചു. അതുപോലെ ഇപ്പൊ രക്തദാഹികളായിട്ട് നടക്കുകയാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും ഇവിടെയുള്ള സോഷ്യൽ മീഡിയയും. എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊന്നേ അടങ്ങുള്ളൂ. രക്തം കുടിച്ച് ആ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രക്തമില്ലാതായി. ഇനി കൊന്നതിന് ശേഷമേ അവരടങ്ങുള്ളൂ. അപ്പൊ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആരെയും അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി കൊല്ലും, വെട്ടിക്കൊല്ലും, കുത്തിക്കൊല്ലും, 56 വെട്ടും. അപ്പൊ ഇതിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന പറഞ്ഞാൽ സ്ത്രീ പീഡനം, ബലാത്സംഗം, അങ്ങനെ കൊല്ലുക. രാഷ്ട്രീയത്തിൽ ഒന്നും അല്ലാതാക്കുക, സമൂഹത്തിൽ ഒന്നും ഇല്ലാതാക്കുക. അപ്പോൾ ആളുകൾ വിചാരിച്ച, അതായത് ആടിനെ അവർ ആദ്യം പട്ടിയാക്കും. ആദ്യം പട്ടിയാക്കുക. പട്ടിയെ പിന്നെ പറയും അതിന് പേപ്പട്ടിയാണെന്ന് പറയും. അപ്പോൾ ആളുകളെല്ലാം തല്ലിക്കൊല്ലും. അപ്പൊ അതാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്തായാലും ഉമ്മൻചാണ്ടിയെ ഒരു പരുവത്തിലാക്കി ഇവിടെയുള്ള ഈ സോഷ്യൽ മീഡിയകൾക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും ഒക്കെ നല്ലതുപോലെ അറിയാം. അപ്പോൾ ആളുകൾ കൂടുതലും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്, കൂടുതൽ നിഷ്പക്ഷമതകളായ ആളുകൾ വിചാരിക്കുന്നു പറഞ്ഞാൽ രാഹുലിനെ മനഃപൂർവ്വമായിട്ട് ഇതിൽ പെടുത്തുകയാണ്. സത്യസന്ധമായിരുന്നുവെങ്കിൽ യുവതികളെ പീഡിപ്പിച്ചു എന്നോ ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് കേസ് കൊടുക്കാമല്ലോ, പോലീസിൽ കൊടുക്കാം. ഇപ്പൊ പറയുന്നത് തന്നെ ഇപ്പൊ രണ്ടാമത്, അതായത് കേസ് ജാമ്യാപേക്ഷ എടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. ആ സമയത്താണ് അടുത്ത കേസ് വരുന്നത്. അത് അഡ്രസ് ഇല്ലാത്ത ഒരു കേസാണ്. എന്നെയും പീഡിപ്പിച്ചു, എന്നെയും ബലാത്സംഗം ചെയ്തു. അപ്പോൾ അടുത്ത വരെയാണ്. അപ്പൊ അത് ജഡ്ജിന്റെ മുമ്പിൽ ഇവർ തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന് വെക്കുകയാണ്.
അടുത്ത പീഡന കേസ്. അപ്പോ ജഡ്ജി എന്താണ് വിചാരിക്കുന്നത്? രാഹുൽ സ്ഥിരം പീഡകനാണ്, പെണ്ണുങ്ങളെ പീഡിപ്പിക്കലാണ് രാഹുലിന്റെ ജോലി. അപ്പൊ എന്തായാലും ശരി, വൃത്തികെട്ട ഈ സംസ്കാരം കേരളത്തിൽ, ലോകത്തെവിടെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഇത് ഭയങ്കരമായി പൈങ്കിളി കഥകൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് ആരെയെങ്കിലും തേജോവധം ചെയ്യുന്ന, അതായത് ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ആളുകളെ തേജോവധം ചെയ്ത് കാണാനാണ്, ജനങ്ങളുടെ മുമ്പിൽ ഇഴുത്തി കാണിക്കാനാണ്, എങ്ങനെ ഇല്ലായ്മ ചെയ്യാനാണ്. അങ്ങനെയുള്ള ഒരു മനസ്ഥിതി എന്താണ് ഈ കേരളക്കാർക്കുണ്ടായത്? ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക വരുമ്പോൾ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമയ്ക്കാനും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനും സൈബർ ഗുണ്ടകൾ വേറെ രീതിയിൽ ഇറങ്ങാനും ഒക്കെ ഒരുപാടുണ്ട്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ പെടുത്തി, രാഹുൽ ഈശ്വറിനെ വേറൊരു രീതിയിൽ പെടുത്തി. ഇനിയിപ്പോ അടുത്തതെന്ന് പറയുന്നത് ഘോരമാണ് സംസാരിക്കുന്നത്. ആർക്ക് വേണ്ടി? അതിജീവിതയ്ക്ക് വേണ്ടി, ബലാത്സംഗത്തിന് ഇരയായി. അപ്പൊ ഇവരൊക്കെ എവിടെ പോയിരുന്നപ്പോ നേരത്തെ ഈ ബലാത്സംഗം നടന്ന സമയത്ത്? അത് മാത്രമോ, വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് അവള്. വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ, ആ വിവാഹം നിലനിൽക്കെ രാഹുലിനെ വിളിച്ചു എന്ന് പറയുമ്പോ എന്താണ്? അപ്പൊ വഞ്ചന, ചതി, ഇതെല്ലാം കൂടെ ചേർത്ത് അവളെ പേരിലാണ് കേസെടുക്കേണ്ടത്. അവളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്ത് അകത്താക്കേണ്ടത്. ഇമ്മോറൽ ട്രാഫിക്കിന്, അതായത് സ്വന്തം ഭർത്താവ് നിലനിൽക്കെ അന്യപുരുഷനെ വിളിച്ചു കയറ്റി അവന്റെ ഗർഭം ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേരള സംസ്കാരത്തിന്, ഭാരത സംസ്കാരത്തിന് യോജിച്ചതാണ്. അപ്പൊ ഇമ്മോറൽ ട്രാഫിക്കിന് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട സ്ത്രീയെ അവളെ പുകഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ, അവൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വമായിട്ട് ഓരോ ചെറുപ്പക്കാരെ പെടുത്തുകയാണ്. അതായത് പണ്ട് ഈ മൊസാദ്, ഇസ്രയേലി ചാര സംഘടന എന്ന് പറയുന്നത്, അവരാരെങ്കിലും പെടുത്തണമെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണ്? സ്ത്രീകളെ അയക്കും, സുന്ദരികളായ സ്ത്രീകളെ അയക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാണാൻ ഒരു ബോധമില്ലാത്ത സാധനങ്ങളാണ്. എന്നിരുന്നാൽ പോലും അവർ ചെയ്യുന്ന അതിസുന്ദരികളായ സ്ത്രീകളെ അവരുടെ അടുത്ത് ഏത് രീതിയിൽ എങ്ങനെയാണ് അയക്കേണ്ടതെന്നൊക്കെ അവർക്കറിയാം. ചരിത്രമുണ്ട്, അങ്ങനെയുള്ള ചരിത്രങ്ങളാണ്. അപ്പോൾ ഇത് ഇന്നലെ തുടങ്ങിയതല്ല. അപ്പോൾ അങ്ങനെ ചെയ്താണ് അവരെ പെടുത്തും. അവരെ കൊല്ലണമെങ്കിൽ കൊല്ലും, വിഷം കൊടുത്തായിരുന്നാലും അല്ലാത്തതായിരുന്നാലും ഇഞ്ചക്ട് ചെയ്തായിരുന്നാലും ഏത് രീതിയിലും. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സ്ത്രീകൾ തന്നെ ഉണ്ട് ലോകത്ത്, ആവശ്യം പോലെ ഉണ്ട്. അവർ കോടികൾ പൈസകൾ സ്വീകരിച്ചുകൊണ്ട് ഏത് ചെറ്റത്തരവും കാണിക്കും. നമ്മളെ നാടെന്ന് പറയുന്നത് നശിക്കും. ഇങ്ങനെയാണെങ്കിൽ ഒരു മോറൽ സൈഡുമില്ലാതെ ഇങ്ങനെ സ്ത്രീകൾ ഇറങ്ങി പുറപ്പെട്ടാൽ എന്താണ് ചെയ്യുന്നത്? അതായത് മാനവും അഭിമാനമുള്ള സ്ത്രീകൾ ആരെങ്കിലും ഒരു പ്രാവശ്യമല്ലേ ബലാത്സംഗത്തിനിരയാവുള്ളൂ, രണ്ടാമത് അവൻ തന്നെ ബലാത്സംഗം ചെയ്യാൻ വന്നാൽ അത് നടക്കും. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മൾ കണ്ടതാണ്, വേറൊരു സിനിമയിലും കണ്ട, വേറെ ഏതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, സന്തോഷത്തോട് സംതൃപ്തിയോടെ വന്നിരുന്ന് പറയാണ്, എന്നെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു. അപ്പൊ അത്ര സന്തോഷമാണ് പീഡനം ഏറ്റുവാങ്ങിയ സ്ത്രീക്ക്. അപ്പൊ ഇത് കാണുന്ന ഈ വീഡിയോ കൊണ്ടുവന്ന് ജഡ്ജിയുടെ മുമ്പ് വെച്ച് കൊടുത്താൽ തന്നെ അപ്പൊ പറയുന്നത് ഇവളൊക്കെ ചുമ്മാ പറയുന്നതാണ്. അപ്പൊ ഏത് വേഷം? സരിതാ നായരെ നമ്മൾ കണ്ടതാണ്. സരിതാ നായരിന് ഈ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്മുടെ PC ജോർജും പിണറായി എല്ലാം കൂടെ ചേർന്നാണ് സരിതാ നായരെ കൊണ്ട് ഇങ്ങനെ പറയിച്ച്. എത്ര കോടി കിട്ടിയെന്ന് മാത്രം പറഞ്ഞിട്ടില്ല, പക്ഷെ കോടികൾ ആവശ്യം പോലെ കിട്ടി കാണും. എന്തും, അതായത് അധികാരം നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അധികാരം പിടിക്കാൻ വേണ്ടിയ ഒരു പച്ചപ്പാവമായ ഒരു മനുഷ്യനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ്, സ്ത്രീയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ എന്തുമാത്രം അവഹേളിച്ചതാണ്. ആ മനുഷ്യൻ ആ ഒരു കാരണം കൊണ്ട് തന്നെ രോഗം മൂർച്ഛിച്ച് അവസാനം മരിക്കേണ്ടി വന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ചെറുപ്പക്കാരന്. ഇനി അടുത്തതെന്ന് പറയുന്നത് അവർ ലക്ഷ്യമിടുന്നത് ഷാഫി പറമ്പലിനെ. അതായത് 2-3 യുവജന നേതാക്കളെ UDFന്റെ ഭാഗത്തുണ്ട്. ഷാഫി പറമ്പലായിരുന്നാലും ശരി, രാഹുൽ മാങ്കൂട്ടമായിരുന്നാലും ശരി, PK ഫിറോസ് ആയിരുന്നാലും ശരി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഷാഫി പറമ്പലിന്റെ ഇതിന്റെ ഇടയിൽ വന്നതാണ്. പക്ഷെ അതിപ്പോ തൽക്കാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ടയിൽ ഇവനെ തീർത്തിട്ട് ഇനി ഷാഫി പറമ്പലിനെ പിടിച്ചാൽ മതി എന്നാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നാട്ടിലെ ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ വിവാഹം കഴിച്ചു വന്നു. അപ്പൊ അങ്ങനെ ഒരു ഇത് വരാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ അവർ അഴിമതി എന്നെങ്കിലും പറയും. പെട്ടിക്കണക്കിന് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പണം വരുന്നുണ്ട്. അതിന് ആരാണ് കൊടുക്കുന്നത്? ഭയങ്കരമായ ഈ ഒരു രാജശേഖരൻ ഇറങ്ങിയിട്ടുണ്ടൊരു
PSCയുടെ ചെയർമാനൊക്കെ ആയിരുന്നു, ഏതാ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ഈ വയസ്സാം കാലത്ത് അവനൊക്കെ തെണ്ടി തിന്നാനായിട്ട് വീണ്ടും ഇറങ്ങി നടക്കുകയില്ലേ? ഇവനൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ? വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ചാനലുകളിൽ. ഏതാ ഒരു ചാനലിൽ അവനെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ് ഈ രാജശേഖരൻ എന്ന് പറയുന്ന പഴയ വൈസ് ചാൻസലർ ആയിരുന്നു, PSC ചെയർമാനായിരുന്നു. കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്ന് തടിച്ച് കൊഴുത്ത് പെരുത്ത് ഇരുന്നിട്ടാണ് പറയുന്നത് നെഹ്റു പിന്നെ വ്യഭിചാരിയായിരുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ നെഹ്റുവിന് ശേഷമാണ് ഈ പിന്നെ രാജശേഖരൻ എന്ന് പറയുന്നവൻ ഇതായത്. അപ്പൊ നെഹ്റു പിന്നെ എന്താണ് പറയുന്നത്, നെഹ്റു പിന്നെ വ്യഭിചാരിയായിരുന്നു എന്ന് പറഞ്ഞ ആ ആ ആ നാക്ക് വെച്ചിട്ട് കോൺഗ്രസിന് മുദ്രാവാക്യം വിളിക്കുകയും കോൺഗ്രസ്സുകാരനായിട്ട് നടക്കുകയും കോൺഗ്രസിന്റെ പിന്നെ എല്ലാ സ്ഥാനമാനങ്ങളും കഴിയുന്നതിന്റെ
സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ നേരത്തെ PSC ചെയർമാനും വൈസ് ചാൻസലറുമായിരുന്ന രാജശേഖരൻ എന്ന ഒരാളുടെ പേര് പറഞ്ഞിരുന്നു. അത് രാജശേഖരനല്ല, രാധാകൃഷ്ണനാണ്. ഓക്കെ, രാധാകൃഷ്ണനാണ്. രാജശേഖരനല്ല, രാധാകൃഷ്ണൻ.